എന്നൊക്കെ വളച്ചു പിടിച്ചിട്ടാ കൊണ്ടുവരാ. കാരണം ഏത് പണ്ഡിതനാ പറഞ്ഞു വെച്ചാൽ കൊണ്ടുവരാണ്ടാവൂല. അപ്പൊ ഇമാം ജസാസ് എന്നൊക്കെ പറയും. ഇമാം ജസാസ് ആണ് തനി മുഅ്തസിലിയാ. ഇമാം ജബായി അത് അതിനേക്കാളും വലിയ മുഅ്തസിലിയാ. ഇതൊക്കെയാണ് സലാഹുസ്ലമി കൊണ്ടുവരല്. ഇപ്പൊ എന്താ മനസ്സിലായത്? ഈ ഹദീസ് വിമർശനത്തിന് വിധേയമാക്കിയേക്കാം. ഏത് ഹദീസ്? ഖബർ ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസ്. എന്താ കാരണം? ഒന്ന് ഖുർആനെതിരാണ്, മറ്റൊന്ന് ബുദ്ധിക്കെതിരാണ്. ആരെ ബുദ്ധി പറയും? മടൂർ വിഭാഗത്തിലെ സഹോദരന്മാർ ആലോചിക്കുക, ചിന്തിക്കുക, ഇന്നെങ്കിലും ചിന്തിക്കും. സ്റ്റേജ് കെട്ടുന്നതിന് മുമ്പേ ഞങ്ങൾ എന്ത് പറയുന്നു, എന്ത് പറയിപ്പിക്കുന്നു എന്ന്. ഇനി അടുത്ത് കേട്ടോളിയും. വിശ്വാസ കാര്യങ്ങൾക്ക് ഈ ഹദീസ് സ്വഹീഹായാൽ പോലും ഇത്തരം ഹദീസുകൾ അടിസ്ഥാനമാക്കുവാൻ പാടില്ലെന്ന് സർവ്വ ഹദീസ് പണ്ഡിതന്മാരും സമ്മതിക്കുന്നുണ്ട്. ഹദീസ് സ്വഹീഹാണ് എന്നാലും സമ്മതിക്കൂല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വെറുതെ പറയുന്നേ, അങ്ങനെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. ഉപര വക വെറുതെ എഴുതി വിടുക. ഹദീസ് സ്വഹീഹാണെങ്കിൽ പോലും വിശ്വാസ കാര്യങ്ങൾക്ക് ഈ ഹദീസ് പറ്റൂല എന്ന് ചില പണ്ഡിതന്മാർ സമ്മതിക്കുന്നുണ്ട്. ഒരു പേര് പറയണ്ട, എന്നെ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇല്ല, വെറുതെ പറയാം. അപ്പൊ എന്താ മനസ്സിലായത്? ഖബർ ശിക്ഷയെ നിഷേധിക്കുക. ഇപ്പൊ നമ്മൾ എന്തിനാ ജീവിക്കണത്? കേട്ടോളൂ നിങ്ങൾ അടുത്തത്. അപ്പൊ ഒരു ചോദ്യം, എന്താ ചോദ്യം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന് നമസ്കാരത്തിന്റെ അവസാനത്തിൽ പ്രാർത്ഥന വരുന്നില്ലേ? അത് ഹദീസാണല്ലോ. അപ്പോഴോ ആ ഹദീസിനെ കുറിച്ച് ഇവർ പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ കേവലം ഒരു ദർശനമാണിത്. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസ് വിമർശിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ആ ഹദീസ് വിമർശിക്കാൻ സാധ്യത ഉണ്ട്. അപ്പൊ മൂപ്പർക്ക് വിശ്വാസം ഉണ്ടോന്നോ പറയും. ഇതിന്റെ പേരാ ഹദീസ് നിഷേധം. ഇനി പറയും നിങ്ങൾ, ഹദീസ് നിഷേധം എന്ന് പറഞ്ഞാൽ ഇതല്ലെങ്കിൽ പിന്നെ എന്താ? ഞാൻ ഹദീസ് ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഒപ്പ്, അതിനാ ഹദീസ് നിഷേധം എന്ന് പറയാ? അല്ല. ഇനി കേട്ടോളൂ, ഇത് മാത്രമല്ല, പരലോകത്ത് വരുമ്പോൾ അവന്റെ ഗ്രന്ഥം കൈകളിൽ ലഭിക്കുന്ന സന്ദർഭത്തിലാണ് തന്റെ സീറ്റ് എവിടെയാണെന്ന് ഒരു മനുഷ്യന് ഉറപ്പായ സ്ഥാനം ലഭിക്കുക എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതും ഇതിനെതിരാണ്. ഞാൻ ഇദ്ദേഹത്തിന്റെ മുഴുവൻ നിഷേധങ്ങൾ വായിക്കാൻ പുറപ്പെട്ടാൽ 2-3 മണിക്കൂറുകൾ നമുക്കിവിടെ ആവശ്യമായി വരും. അതുകൊണ്ട് ഞാനത് ആ ഭാഗം അവസാനിപ്പിക്കാം. എത്രത്തോളം അറിയാം എനിക്ക്? മിഅറാജ് ഏത് പോട്ടനും അംഗീകരിക്കും. മിഅറാജ് പോയ സംഭവം അത് മുഅ്തസിലാക്കൾ പറഞ്ഞു ഇല്ല, പോയിട്ടില്ല, സ്വപ്നാണ്. ചേകനൂരും പറഞ്ഞു അങ്ങനെ സംഗതിയേ ഉണ്ടായിട്ടില്ല. ചേകനൂർ അതിനെ വല്ലാണ്ട് എതിർത്ത് സംസാരിച്ചത്. കാരണം അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ ആളുകൾ പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ സുന്നികൾ ഈ ഹദീസ് തെളിവ് പറയാറുണ്ട്. ഇത് മൂസാ നബി സഹായം തേടി എന്നൊക്കെ നുണ പറഞ്ഞിട്ട്. അപ്പൊ സുന്നികൾക്ക് നിങ്ങൾക്ക് മറുപടി കൊടുക്കണമെങ്കിൽ ഈ ഹദീസ് നിങ്ങൾക്ക് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ മറുപടി കൊടുക്കാൻ കഴിയില്ല എന്ന് ചേകനൂർ ഇങ്ങോട്ട് പറയുന്നുണ്ട്. ചേകനൂരിന്റെ അതേ വാദത്തിലേക്ക് മിഅറാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനനായ അബ്ദുസ്സലാം സ്വലമി എത്തിച്ചേർന്നിട്ടുണ്ട്. മിഅറാജ് പോയിട്ടില്ല, സ്വപ്നാണ്. കൂട്ടരെ സ്വപ്നം കണ്ട അത്ര വലിയ അത്ഭുതം ഉണ്ടായത്? സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അബൂജഹൽ നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ? അബൂജഹൽ നിഷേധിച്ചു, അബൂജഹൽ അഖലാനിയായി, അബൂബക്കർ അംഗീകരിച്ചു, അബൂബക്കർ സലഫായി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അബൂബക്കർ സിദ്ദീഖ് എന്നുള്ള പേരനെ വന്നത് എന്തുകൊണ്ടാ? ഇത് അംഗീകരിച്ചത് കൊണ്ടല്ലേ എന്നൊരു അദ്ദേഹം പറയാം. കേട്ടോളൂ. നിശാപ്രയാണം പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാകയാൽ മനഃപൂർവ്വം നിഷേധിക്കാമതല്ല, കുഫറാണത് എന്ന് പറഞ്ഞാൽ ഇസ്രാവ് പോയത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അത് നിഷേധിച്ചാൽ കുഫറാകും. ഉറപ്പാണല്ലോ, മുമ്പ് സമ്മതിച്ചു. ഖുർആനിൽ അത് ഉള്ളത് കൊണ്ട് അത് നിഷേധിച്ചാൽ എന്താണ്? കുഫറാണ്. എന്നാൽ വാനാരോഹണമാകട്ടെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല, അതിനാൽ മിഅറാജിനെ നിഷേധിച്ചവൻ കാഫിറാവുകയില്ല. ആര്? സലാസുൽ നബി. ഇസ്രാവ് പോയത് ഖുർആനിലുണ്ട്, സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, അത് നിഷേധിച്ചാൽ കുഫറാണ്. എന്നാൽ മിഅറാജ് പോയതോ ഖുർആനിലില്ല, അതുകൊണ്ട് നിഷേധിച്ചാൽ കാഫിറാവൂല. അപ്പൊ ഹദീസിലുള്ളതോ ഇനി വേണ്ട, ഖുർആൻ തന്നെ കാണിച്ചു തരാം. അപ്പൊ ഇനി കാഫിറാവുമല്ലേ? ആരൊക്കെ കാഫിർ സ്വയം തീരുമാനിച്ചോളി. സൂറത്തുൻ നജ്ം. അല്ലമഹു ശദീദുൽ ഖുവാ ദൂ മിറത്തിൻ ഫസ്തവാ വഹുവ ബിൽ ഉഫുഖിൽ അലാ ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى ولقد رآه نزلة أخرى. ഈ ആയത്ത് ഇതിനെ പറ്റി പറഞ്ഞതാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ ഒരു തവണ കൂടി കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ട്. എവിടെ കണ്ടത്? സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്ത് വെച്ചുകൊണ്ട്. ജന്നത്തുൽ മഅ്വ, ആ സിദ്റത്തുൽ മുൻതഹയുടെ സമീപത്താണ് ജന്നത്തുൽ മഅ്വയുള്ളത്. അത് ഇടവണ്ണയല്ല.
അത് മൊറയൂരല്ല, അത് കരിമ്പിലാക്കലല്ല, എവിടെയുമല്ല, സ്വർഗത്തിനടുത്താണ്. അതാ മിഅ്റാജ് പോയ സംഭവം. എന്നിട്ട് പറയാം അത് ഖുർആനിലില്ലാന്ന്. ഖുർആനിൽ ഉള്ളതെന്ന് നിഷേധിച്ചാലോ കുഫറാണ്. മൂപ്പർ സമ്മതിക്കുകയും ചെയ്തു. അപ്പോ ഈ ആയത്ത് കാണാഞ്ഞിട്ടാണോ, കണ്ടിട്ട് കാണാത്ത പോലെ നടന്നുകൊണ്ടാണോ? അല്ലാഹു ആലം. നമ്മൾ ആ മനസ്സിൽ ഉള്ള കാര്യം നമുക്കറിയില്ലല്ലോ, അത് ഉള്ളിക്ക് ഞാൻ കയറുന്നില്ല. ഞാൻ പുറത്തുള്ളതേ പറയണുള്ളൂ. ഖുർആനിലുള്ളത് നിഷേധിച്ചാൽ കുഫറാണ്. മൂപ്പരന്നെ സമ്മതിച്ചു. അപ്പൊ ഇസ്രാ ഖുർആനിലുണ്ട്, അത് നിഷേധിച്ചാൽ കാഫിറാണ്. മിഅ്റാജ് ഖുർആനിലില്ല, അത് നിഷേധിച്ചത് കൊണ്ട് കാഫിറുമാവുകയില്ല. അപ്പൊ ഖുർആനിൽ ഉള്ളതിന് നിഷേധിച്ചാൽ കാഫിറായി. ഖുർആനിൽ ആ പറയുന്നു മിഅ്റാജ് പോയപ്പോഴാണ് ജിബ്രീലിനെ കണ്ടത്. ചിത്രത്തിൽ മുത്ത് അടുക്കെടുക്കുക വെച്ച് നീ ചിന്തിക്കും, നീ കൊണ്ടുവരണോ അദ്ദേഹത്തെ നിങ്ങൾക്ക് മൈക്ക് കെട്ടാൻ? കൊണ്ടുവന്നോളി, വിരോധമൊന്നുമില്ല. ഒരു മറുപടി പറയണതിലൊക്കെ എങ്ങനെ ആയത്തില്ല ഖുർആനില്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് നിങ്ങൾ വിശദീകരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ചില കാര്യങ്ങളൊക്കെ ഹദീസിൽ കാണുമ്പോൾ അങ്ങോട്ട് ചാടും. നിങ്ങൾ ഖുർആൻ ഉണ്ടോ അല്ലേ എന്ന് പോലും നോക്കാതെ. ഇനി നോക്കി നിങ്ങൾ അവസാനമായിട്ട് ഈ വിഷയത്തിൽ അള്ളാഹു എവിടെ, അള്ളാഹു എവിടെ, എന്താ നമ്മുടെ വിശ്വാസം? അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന് പറയാൻ പാടില്ല എന്നല്ലേ നമ്മൾ പറയാറുള്ളത്? അള്ളാഹു അർശിലാണ്, അള്ളാഹു ആകാശത്തിലാണ്. അമിൻതും മൻ ഫിസ്സമാ, ഇത് നമ്മൾ പഠിപ്പിച്ച ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന ഒരു കാര്യമാണ്. സുന്നികൾ സമസ്തക്കാർ നമ്മൾ ആക്ഷേപിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഒന്ന് കേൾക്കാം. അള്ളാഹുവിന് ഒരു പ്രത്യേക സ്ഥലമില്ലെന്ന വിശ്വാസത്തിൽ നിന്ന് മാറി അവനെ ആകാശത്ത് കുടിയിരുത്തുക വഴി വഹാബി പ്രസ്ഥാനക്കാർ മതവിരുദ്ധതയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സുന്നി വോയിസിൽ വന്നതാ. നമ്മൾ മതവിരുദ്ധ നയത്തിന്റെ ആളുകളെ. കാരണം എന്താ? അള്ളാഹ് ആകാശത്താന്ന് പറഞ്ഞു. ഇന്നഞ്ഞ് ശബാബിൽ വന്നതെന്ന് കേൾക്കണ്ടേ? കേട്ടോളൂ. അള്ളാഹു ആകാശത്തിലാകുന്നു എന്ന് പറയുമ്പോൾ അവന്റെ സ്ഥലബന്ധത്തിന്റെ പരിമിതികൾക്ക് വിധേയമാക്കപ്പെടുകയും അതുവഴി അവൻ സൃഷ്ടികളോട് സാദൃശ്യനാക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത് വ്യക്തമായും അള്ളാഹുവിനെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ അഖീദക്ക് കടകവിരുദ്ധമാകുന്നു. അപ്പൊ അള്ളാഹ് ആകാശത്തിലാന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ വിശ്വാസം കടകവിരുദ്ധമാകുന്നു. ഇവരുടെ ഇസ്ലാം എന്താ അറിയാണ്ട് ചോദിക്കാം. ഇവരുടെ ദീൻ എന്താണ്? ഇതിനോട് വായിക്കാൻ പുറപ്പെട്ട നമുക്ക് മുഴുവൻ സമയം അതിനേറ്റ് വേണ്ടി വരും. സഹോദരന്മാരെ, വ്യക്തമായ ഹദീസ് നിഷേധത്തിലേക്ക് ഇവരിങ്ങനെ കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുക. ഇനി കേട്ടോ, ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ സ്പീഡിലൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇത് പിന്നെ അത്തൗഹീദ് എന്ന് പറയുന്ന ഒരു മാസിക 2003 ഇറങ്ങിയതാ. അതിൽ ഇവർ നിഷേധിക്കുന്ന ഹദീസുകൾ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് ഒന്ന് കേട്ടോളിട്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജൂതൻ സിഹിർ ചെയ്യുകയും നബിക്ക് ആ സിഹിർ ഫലിക്കുകയും ചെയ്തു. മൂസാ നബി സ്ത്രീകളും കുട്ടികളും എല്ലാം തന്നെ കാണുന്ന രീതിയിൽ നഗ്നനായി അങ്ങാടിയിലൂടെ ഓടി. ഇതൊക്കെ പദപ്രയോഗത്തിൽ ഓരോ ചില കളികളൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി വിശദീകരിക്കാൻ സമയമല്ല. കുറച്ചൊക്കെ അവരുടെ വക ഒരു പിന്നെ പൊടിപ്പും തൊങ്ങലിനും വേണ്ടി കൂട്ടിക്കൊടുത്തതാണ്. ഇനി അദ്ദേഹം തന്നെ മരിപ്പിക്കുവാൻ വന്ന മലക്കിനെ അടിച്ച് കണ്ണു തെറിപ്പിച്ചു. പൂവൻ കോഴി കൂവുന്നത് മലക്കിനെ കണ്ടിട്ടും കഴുത കരയുന്നത് പിശാചിനെ കണ്ടിട്ടുമാണ്. നബിക്ക് വഹി ലഭിക്കുന്നതിന് മുമ്പാണ് മിഅ്റാജ് ഉണ്ടായത്. ഇത് നോണയാണ്. അവർക്കറിയില്ല അത്. കാരണം എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പലവുമായി നേരിട്ട് സംസാരിച്ചപ്പോ പ്രവാചകന് മിഅ്റാജ് പോയത് പിന്നെ എന്താ പറയാ ഹിജ്റക്ക് മുമ്പാണ്, പ്രവാചകനാകുന്നതിന് മുമ്പാണെന്ന് ബുഖാരിയിലുണ്ട് എന്നോണ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. പിന്നെ പല്ലിയെ തല്ലിക്കൊന്നാൽ മഹത്തായ പ്രതിഫലമുണ്ട്. ഇതൊക്കെ എന്തിനാ പറഞ്ഞു വരുന്നറിയോ? ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ഹദീസിന്റെ പരമ്പര മാത്രം നോക്കിയാൽ പോലെ ഹദീസിന്റെ ഉള്ളടക്കം കൂടി നോക്കണം, നമുക്കൊക്കെ മനസ്സിലാവൂല്ലേ. ദിറായത്ത് കൂടി പരിശോധിക്കണം എന്നാ. ഇതോടുകൂടി അവസാനിക്കുന്നില്ല. ആ ലിസ്റ്റിൽ പിന്നെ വേറെ എന്താണെന്നുള്ളത് അറിയോ? കണ്ണേറ് പലിക്കും നരകത്തിന്റെ മുകളിലൂടെ മുടിയേക്കാൾ നേരിയ പാലമുണ്ട്. അതിന്റെ മുകളിലൂടെ നരകവാസികളും സ്വർഗവാസികളും ഒന്നിച്ചു പോകുമ്പോൾ നരകവാസികളെ നരകത്തിലേക്ക് മുള്ളുകൾ പിടിച്ചു വലിച്ചു വീഴ്ത്തുകയാണ്. ഒരു പാമ്പിനെ തല്ലിക്കൊന്നതിന്റെ മുമ്പായി 3 പ്രാവശ്യം പാമ്പേ പോ എന്ന് പറയണം. അത് ഇവിടെയും സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു എന്ന് കേട്ടു. നമ്മളാരും അങ്ങാടിയിൽ പാമ്പിനെ കണ്ടാ പാമ്പേ പോ എന്ന് പറഞ്ഞ് പിന്നാലെ പോണെന്ന് പറഞ്ഞിട്ടില്ല. ആ ചായ പിന്നാലെ പോന്ന കൊത്തണ കിട്ടും പാമ്പിന്റെ ഒക്കെ. ഞങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് കണ്ടിയും കണ്ട് പറഞ്ഞു തന്നാല് ഇതൊരു ഹദീസിൽ വന്നൊരു വിഷയം. മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, മദീനയിൽ ചില ജിന്നുകൾ മുസ്ലിമായിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ രൂപം മാറി വന്നേക്കാം. വീടിനകത്ത് പാമ്പിനെ കണ്ടാൽ നിങ്ങൾ തല്ലിക്കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ആട്ടണം ഒരു 3 തവണ എന്ന് മാത്രമേ റസൂൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആ ഹദീസുകൾ എടുത്തിട്ട് എരപ്പാക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇതേപോലുള്ള ഹദീസാണ് ബുഖാരിയിലുള്ളത്, ഇതേപോലെയുള്ളതാ മുസ്ലിമിലുള്ളത്, ഇതൊക്കെ ഞങ്ങൾ സ്വീകരിക്കണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിവരക്കെടിങ്ങനെ വിളമ്പുക. ആരെങ്കിലും വഴിയിൽ പാമ്പിനെ കണ്ടാൽ തച്ചൊല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടോ?
നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആളുകൾക്കിടയിൽ ഒരു തരം ഇസ്ലാമിനെ പോലും പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ അവതരണങ്ങൾ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. ആ ഹദീസിൽ വന്നൊരു പദം മാത്രമാണത്. മദീനയിൽ ചില പാമ്പുകൾ ചില ജിന്നുകൾ മുസ്ലിം ആയിട്ടുണ്ട്, അവർ ചിലപ്പോൾ രൂപം മാറി വന്നേക്കാം. അതുകൊണ്ട് വീടിനകത്ത് കണ്ടു കഴിഞ്ഞാൽ 3 തവണ ആട്ടണം, അത്ര അർത്ഥമുള്ളൂ. പാമ്പുകളാണെങ്കിൽ പോകും എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അത് ചില പണ്ഡിതന്മാർ അത് മദീനത്തേക്ക് മാത്രം ബാധകമാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അത് കണ്ടിട്ട് ആരും ഇപ്പൊ വഴിയിൽ പാമ്പിനെ കൊല്ലണമെന്ന് പറയാറുമില്ല. അതൊക്കെയാണ് വിമർശന വിധേയമായ വിഷയങ്ങൾ. അങ്ങനെ പാമ്പേ പോ എന്ന് പറയണം. അള്ളാഹു ആകാശത്തെ ഒരു വിരലിലും, ഭൂമി ഒരു വിരലിലും, പർവ്വതം ഒരു വിരലിലും, മരങ്ങളും നദികളും ഒരു വിരലിലും, മറ്റുള്ള സൃഷ്ടികൾ ഒരു വിരലിലും വെക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളല്ലേ. ഖിയാമത്ത് നാളാകുമ്പോ ഒരു വിരലിൽ അള്ളാഹ് പർവ്വതങ്ങൾ ഉയർത്തും, ഒരു വിരലിൽ അള്ളാഹ് ആകാശങ്ങൾ ഉയർത്തും. ഇതിനൊക്കെ പരിഹസിക്കുക, ചോദ്യം ചെയ്യാണ്. ഇതൊക്കെ ബുഖാരിയിൽ ഉണ്ടെന്നാ വെള്ളം പരാതി. അതെ, ബുഖാരി ഒന്നും പറ്റൂല, അതൊക്കെ ഞങ്ങൾ കുറച്ച് ആലോചിച്ച് ചിന്തിച്ച് എഴുതേണ്ട കിതാബ എന്നാ ഇവരുടെ ധാരണ. നോക്കി നിങ്ങൾ, സുലൈമാൻ നബി ഒരു രാത്രി കൊണ്ട് 100 ഭാര്യമാരെ ഭോഗിച്ചു. അത് വിശദീകരണത്തിക്ക് പോകാൻ നേരല്ല, തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾക്ക് എന്ത് എഴുതി വിടാലോ. നിങ്ങൾ കേട്ടോളി. അന്ത്യദിനത്തിന്റെ അടയാളമായി ഈസാ നബി വരികയും കുരിശ് നശിപ്പിക്കുകയും പന്നിയെ വധിക്കുകയും ചെയ്യും മുതലായ ഹദീസുകൾ നബി പറഞ്ഞതും സ്ഥിരപ്പെട്ടതുമാണോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രധാനമായും ദിറായത്തിലൂടെയാണ്. ദിറായത്തിലൂടെ എന്ന് പറഞ്ഞാൽ സനദ് ശരിയായത് കൊണ്ട് മാത്രം പറ്റൂല. ആ ഹദീസൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറ്റുമല്ലേ അതൊക്കെ മനസ്സിലാകുമെന്നൊക്കെ നോക്കിയിട്ട് സ്വീകരിക്കാവൂ. ഇപ്പൊ എന്തൊക്കെ വന്നു എന്നാലോ, ഞങ്ങൾ ബുഖാരി അംഗീകരിക്കും, ഞങ്ങൾ ഹദീസ് സ്വീകരിക്കും. ഉമർ സുലൈം പറഞ്ഞെന്താണെന്നറിയോ? നമ്മൾ തഖ്ലീദ്, അന്ധമായ അനുകരണം പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ചില ആളുകൾ ബുഖാരി അന്ധമായി അനുകരിക്കുകയാണ്. എന്തിനാ പറഞ്ഞത്? നമ്മൾ ബുഖാരി മുസ്ലിം എന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം. സഹോദരന്മാരെ പറയൂ, ഇനി നിങ്ങൾ പറയും. ഇത് മാത്രമല്ല കേട്ടോളി, കുറച്ച് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നിങ്ങൾ അഥവാ മറുപടി പറയുകയാണെങ്കിൽ ഇതൊക്കെ പറയണം നിങ്ങൾ. ഒന്ന്, ചന്ദ്രൻ പിളർന്നിട്ടില്ല. ചന്ദ്രൻ പിളർന്നു, ഖുർആനാ പറഞ്ഞത്. സലാസുനി പറഞ്ഞ ചന്ദ്രൻ പിളർന്നിട്ടില്ല. ഇനി കേട്ടോളി, അള്ളാഹു ഇറങ്ങിയാൽ അവന്റെ അർശിലിരിക്കാൻ സമയമുണ്ടാകുമോ? ഇവിടെ രാത്രിയാകുമ്പോൾ പകൽ അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ ഭൂമിയിലില്ലേ? പണ്ട് പേരോട് ചോദിച്ച ചോദ്യ. ഇത് പേരോട് പറഞ്ഞല്ല, സലാസുല്ലമി ചോദിച്ചതാ. 2009 എന്ന് പറഞ്ഞാൽ പിരിഞ്ഞതിന് ശേഷം. ഇത് പണ്ടത്തല്ലേ ചില കാര്യങ്ങൾ പറയുമ്പോൾ ചോദിക്കാറുണ്ട്. പണ്ടത്തല്ല, പുതിയതാ. 2009 പറയുന്നത്. എന്താ പറഞ്ഞത്? അള്ളാഹ് ഇറങ്ങിയാൽ അർശില് ഇരിക്കാൻ എപ്പോഴാ സമയം? ഇന്ത്യയിൽ പകലല്ലേ, അമേരിക്കയിൽ രാത്രിയല്ലേ? പണ്ട് പേരോട് ചോദിച്ച ചോദ്യം അത്. പഠിപ്പിച്ചു കൊടുത്തു, പിന്നെ മിണ്ടിയിട്ടില്ല. ഇപ്പൊ ഈ ചേകനൂരികളുടെ അവകാശവാദം, അവരുടെ വാദങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ മടവൂരി വിഭാഗം ആളുകളെ ഇപ്പൊ തേച്ചി നടക്കുന്നത്. അടുത്ത് കേട്ടോളിയും, തൊക്കെ ഞാൻ വായിച്ചുതരാം. ഹജറുൽ അസ്വദിന്റെ പ്രത്യേകത പറയുന്ന ഒറ്റ ഹദീസും സ്വഹീഹല്ല. ഹജറുൽ അസ്വദ് അങ്ങനെയാ. ഇത് മുസ്ലിങ്ങളുടെ അനാചാരങ്ങൾ എന്ന പുസ്തകത്തിൽ കാണാം. ഇനി സംസം വെള്ളത്തിന് ഒരു പ്രത്യേകതയുമില്ല. എന്താ റസൂൽ പറഞ്ഞത്? മാഉ സംസം ലിമാ ശുരിബ ലഹു. എന്ത് ഉദ്ദേശത്തോടെ കുടിച്ചോ അതാണ് സംസമിന്റെ ഫലം. രോഗിക്ക് ശമനമാണ്, വിശക്കുന്നവന് ഭക്ഷണമാണ് മാഉ സംസം. സലാസുല്ലമി സംസം വെള്ളത്തിന് ഒരു പ്രത്യേകതയും ഇല്ല. ഇനി തിങ്കളാഴ്ച നോമ്പ് സുന്നത്തില്ല. ഇതൊക്കെ 2009 പുതിയതാ. തിങ്കളാഴ്ച നോമ്പ് സുന്ന. ഒരാൾ നിങ്ങൾ നോക്കുന്നില്ലെങ്കിൽ നോക്കണ്ട, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഒരു കാര്യം ഇസ്ലാമിൽ ഉള്ളത് സുന്നത്തുകൾ എടുക്കുന്നതും ഒഴിവാക്കുന്നതും അതിന് നിഷേധിക്കുന്നതും കളിയാക്കുന്നതും രണ്ടും രണ്ടാ. അപ്പൊ താടി നിങ്ങൾ വേണമെങ്കിൽ വളർത്തിയാൽ മതി. ആരും എന്താ നിങ്ങൾ താടി വളർത്താത്ത പിന്നാലെ വരൂല, താടി വടിക്കണോരേറിന് പിന്നാലെ വരൂല. പക്ഷെ നിഷേധിച്ചാലോ ഞങ്ങൾ പിന്നാലെ വരും. എന്ത് നിഷേധിക്ക? അങ്ങനെ ഹദീസ് ഇല്ല, ആ ഹദീസ് സ്വഹീഹല്ല, അത് പറ്റൂല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നാലെ വരും, ഒരു സംശയവുമില്ല. താടി വെക്കലും വളർത്തലും നീട്ടലും നിങ്ങളുടെ ഇഷ്ടമാണ്. റസൂൽ പറഞ്ഞു താടി നീട്ടി വടണം, പൂർണ്ണമായിട്ട് വടണം, പരിപൂർണമായിട്ട് വളർത്തണം. ഖാലിഫുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കെതിരെ പ്രവർത്തിക്കണം. ഖാലിഫുൽ മജൂസ്, മജൂസികൾക്കെതിരെ പ്രവർത്തിക്കണം. ഇതൊക്കെ ഹദീസിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നീട്ടണം. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്, പക്ഷെ കളിയാക്കാൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല. നിങ്ങൾക്കറിയോ ചേകനൂര്, അതിന് 11 മൂന്നാക്കി തരാം. തിങ്കളാഴ്ച നോമ്പ് സുന്നത്തില്ല, ശവ്വാലിലെ 6 നോമ്പ് സുന്നത്തില്ല. അതൊക്കെ എഴുതി വെച്ചോളി. ശവ്വാലിലെ 6 നോമ്പ് സുന്നത്തില്ല.
ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ശരിയല്ല. ദജ്ജാൽ കണ്ട ഒരാളൊന്നുമില്ല. എല്ലാ സത്യം മറച്ചു വെച്ച് സംസാരിക്കുന്നവരൊക്കെ ദജ്ജാലിങ്ങളാ. അപ്പൊ ഇപ്പൊ ഇവിടെ വന്ന ആൾക്കാരൊക്കെ എന്താ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നവരൊക്കെ ഭേദല കൂട്ടേണ്ടി വരിക. അപ്പൊ ഹദീസില് ഒറ്റക്കണ്ണെന്നില്ലേ ദജ്ജാലിനെ കുറിച്ച് എന്ന് ചോദിച്ചു. അങ്ങനെ ഉണ്ടല്ലേ, ഒരു കണ്ണേ ഉള്ളൂ എന്ന്. അത് വിഷയത്തിന്റെ ഒരു പുറം മാത്രം കാണുകയും മറുഭാഗം പിന്നെ പുറത്തിടുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അങ്ങനെ പറയാന്ന് പറഞ്ഞു സലാസുല്ലമി. അപ്പൊ ശരിക്കും മനസ്സിലായി ദജ്ജാൽ എന്താന്ന്. അപ്പൊ ഇത് കണ്ടവർക്കും പഠിച്ചവർക്കും മനസ്സിലാക്കിയവർക്കും ദജ്ജാൽ എന്താ ശരിക്കും ബോധ്യായി. നീ കേട്ടോളൂ, നിങ്ങള് ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടില്ല, യുദ്ധം ചെയ്യുകയില്ല. അള്ള പറഞ്ഞതാ, മലക്കുകൾ 1000, 3000, 5000 ഞാൻ ഇറക്കും. അപ്പോൾ പറഞ്ഞത് ഇറക്കുന്ന പറഞ്ഞിട്ടുള്ളത് പൂജ്യപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ ഇറക്കിയിട്ടില്ല. എന്നാ ഹദീസിലുണ്ട് ഇറങ്ങിയത്. ജിബ്രീൽ വന്നു കുതിരപ്പുറത്ത് പോണ ഞാൻ കണ്ടു എന്ന് റസൂല പറഞ്ഞത്. പലപ്പോഴും മലക്കുകൾ വന്നതായിട്ട് സംഭവം എത്രയോ ഹദീസുകൾ കാണാൻ സാധിക്കും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ചോദിച്ചു, ഈ ബദറിൽ പങ്കെടുത്ത നിങ്ങളുടെ സ്വഹാബിമാരുണ്ടല്ലോ, അവരെ നിങ്ങൾ എങ്ങനെ കാണുന്നത്? അവർ ഞങ്ങളിൽ വലിയ ഉന്നതമായ സ്ഥാനത്തുള്ളവരാണെന്ന് പറഞ്ഞു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ജിബ്രീൽ പറയാ, ഞങ്ങളും അങ്ങനെ തന്നെ, ബദറിൽ ഞങ്ങളുടെ കൂടെ പങ്കെടുത്ത മലക്കുകൾക്കാണ് ഞങ്ങൾ വലിയ സ്ഥാനം. എന്റെ അർത്ഥം എന്താ? ഹദീസാണത്. ആ ഹദീസ് പറ്റൂല. അപ്പൊ സഹോദരന്മാരെ, ഹദീസുകൾ വന്ന വിഷയങ്ങൾ എന്തൊക്കെയോ കാരണം പറഞ്ഞ് നിഷേധിക്കുക, പരിഹസിക്കുക, എതിർക്കുക. ഇപ്പൊ താടിയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞല്ലോ, അതില് ചേകനൂര് താടിയെ കുറിച്ച് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതൊന്ന് കേട്ടോളി. എന്നിട്ട് സലാസുലമി പറയുന്ന ഒരു വിഷയം ഞാൻ പറഞ്ഞു തരാം. ചേകനൂർ പറയാണ്, നാം എന്താ പറയാ, മുസ്ലിം സമൂഹത്തെ മുഴുവൻ ചുരുക്കത്തിൽ ജൂത മുനാഫിഖായ അബൂ ഹുറൈറയുടെ ലക്ഷ്യം, ഇതാണ് നമ്മുടെ നവോത്ഥാന നായകൻ, പരിഷ്കർത്താവ് നേർത്തോല് പറഞ്ഞ ചേകനൂര് പറയാ, മുസ്ലിങ്ങളെ മുഴുവൻ താടി നീട്ടി മൊട്ടയടിച്ച് കണങ്കാൽ മധ്യം വരെയുള്ള മുറിമുണ്ടെടുത്ത് ആദിവാസികളെ പോലെ നടക്കണമെന്നാണ് ചേകനൂര് പണ്ട് പറഞ്ഞതാ. അതപ്പ സലാസുലി പറഞ്ഞത്, അതാ നിഅമത്തുല്ലാ ഫാറൂഖി പറഞ്ഞത്. ഇതൊക്കെ ഒരു ചങ്ങലേ, ഒക്കെ ഒറ്റ ചങ്ങല. അത് ഞാൻ ഇൻഷാ അല്ലാഹ് മഗ്‌രിബിന് ശേഷം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഒക്കെ ഒറ്റ ചങ്ങല, പോക്ക് എല്ലാം ഒന്നിലേക്കാണ്. അപ്പൊ നമുക്കത് ഇഷ്ടമില്ല, നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന കാരണത്താൽ ഹദീസുകൾ വന്ന വിഷയങ്ങളെ പച്ചയായി പരിഹസിക്കുക. ഇന്നലെ സലാസുലി അവസാനം പറയാണ്, ഇന്നല്ലാഹ ജമീൽ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹ് ഭംഗിയെ ഇഷ്ടപ്പെടുന്നു, അവൻ ഭംഗിയുള്ളവനാണ്. അവിടെ എല്ലാവരും താടി പഠിക്കണം. എന്തൊരു ഭംഗിയാണ് ആ കാണാൻ. സഹോദരന്മാരെ, നമ്മളല്ല ഹദീസുകളെ വിശദീകരിക്കേണ്ടത്, വ്യാഖ്യാനിക്കേണ്ടത്. ഇത് പഠിപ്പിച്ച പ്രവാചകൻ നീണ്ട താടി ഉണ്ടായിരുന്നു. അപ്പോൾ താടി വിഷയം ചർച്ച ചെയ്യല്ല ഞാൻ, പക്ഷേ അവിടെ നിഷേധം പാടില്ല. അതാണ് ഇപ്പോൾ മടവൂർ വിഭാഗം സഹോദരന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനിപ്പിക്കുന്നു ഇൻഷാ അല്ലാഹ്. മഗ്‌രിബ് നമസ്കാര ശേഷം CP സാഹിബിന്റെ പ്രസംഗമാണ്. അതിന് മുമ്പ് ഒരു അരമണിക്കൂർ ഞാൻ കടമെടുക്കും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാര ശേഷം എത്രയും പെട്ടെന്ന് വരണമെന്നുകൂടി അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നേരത്തെ നമ്മൾ അവസാനിപ്പിച്ചിടത്ത് നിന്ന് ഏതാനും ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. കേരള നദവത്തുൽ മുജാഹിദീൻ വർഷങ്ങളായി ഈ കേരളക്കരയിൽ പ്രവർത്തിക്കുകയും ജനങ്ങളെ തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് എന്ന നിലക്ക് ഖുർആനിലൂടെയും ഹദീസിലൂടെയും അടുപ്പിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതിനിടക്കാണ് ചില അപശബ്ദങ്ങൾ ഈ പ്രസ്ഥാനത്തിനകത്തുണ്ടാവുകയും CN ആയിക്കൊണ്ടും ചേകനൂരായിക്കൊണ്ടും മടവൂരികളായിക്കൊണ്ടും പല ആളുകളും ഇതിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ പ്രസ്ഥാനത്തിനകത്ത് തന്നെയുള്ള ചില ആളുകൾക്ക്, എല്ലാവരെയും അടക്കി അല്ല പറയുന്നത്, പ്രസ്ഥാനത്തിനകത്തുള്ള ചില ആളുകളിൽ ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് നമ്മൾ വിശദീകരിച്ച ആളുകളുടെ അതേ തരത്തിലുള്ള രൂപത്തിലുള്ള ഒരു തരം സമീപന രീതി, ഒരു തരം പരിഹാസത്തിന്റെ അല്ലെങ്കിൽ അവഗണനയുടെ പുച്ഛ മനോഭാവത്തിന്റെ സമീപനങ്ങൾ കടന്നു വരാൻ തുടങ്ങി. അതിന്റെ ഭാഗമായി കൊണ്ടാണ് ചില ആളുകൾ, ബഹുമാന്യനായ അബ്ദുറഹ്മാൻ ഇരുവേറ്റിയെ പോലെയുള്ള ആളുകൾ, ബുഖാരി അല്ല, ബുഖാരിന്റെ വാപ്പ പറഞ്ഞാൽ ഞാൻ സ്വീകരിക്കൂല എന്ന് പറഞ്ഞു. ഒരുതരം ധിക്കാരത്തിന്റെ സംസാരമായിരുന്നു അത്. മറ്റൊരു പ്രഗത്ഭനായ നേതാവ് പറഞ്ഞു, ബുഖാരി തന്നെ തോട്ടിലേക്ക് എറിയേണ്ടതാണ് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവരൊക്കെ ഇത്തരം പരാമർശങ്ങൾ നടത്തിയത്? അള്ളാഹു നമ്മോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ സത്യം പറയുന്നവരോടൊപ്പം നിൽക്കണം. കാരണം നീതിയും ധർമ്മവും സത്യവും മാന്യതയും ഒരു പ്രബോധകന് ആവശ്യമായ ഒരു കാര്യമാണ്.
നമ്മുടെ ആളുകൾ എന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ ശരി, അപ്പുറത്തുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും അതൊക്കെ തെറ്റ്. ആ ഒരു സമീപനം ഒരിക്കലും ശരിയല്ലല്ലോ. എവിടെയാണ് നീതി, എവിടെയാണ് ധർമ്മം, എവിടെയാണ് പ്രമാണം, സത്യം എന്ന് പരിശോധിച്ച് ആ സത്യത്തോടൊപ്പം അടിയുറച്ച് നിൽക്കുക, അതിന്റെ പ്രചാരകനായി മാറുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ബാധ്യത. ഇവിടെ പലപ്പോഴും ജിന്ന്, സിഹിർ തുടങ്ങിയ വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കി അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും ഇതാ ചില ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ആരോപണം കൊണ്ടുവന്ന് ചില ആളുകൾ അതിന്റെ പേരിൽ അവന് ആവശ്യമുള്ള മുതലെടുപ്പുകൾ നടത്താറുണ്ട്. അതാണ് ഇപ്പൊ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ വിഷയങ്ങളുടെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമുക്ക് ജിന്നി എന്നുള്ളതോ സിഹിർ എന്നുള്ളതോ അല്ല വിഷയം. മറിച്ച് ആ വിഷയത്തിൽ പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഉണ്ടെങ്കിൽ സ്വീകരിക്കണം, ഇല്ലെങ്കിലോ സ്വീകരിക്കാൻ പാടില്ല. ഇല്ലാത്ത ഒന്ന് നമ്മുടെ വകയായി നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല, ഉള്ളതിനെ നിഷേധിക്കേണ്ട ആവശ്യവുമില്ല. സിഹിർ ബാധ ഒരു യാഥാർത്ഥ്യമാണ്, ഖുർആൻ കൊണ്ട് തെളിഞ്ഞതാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇൻഷാ അല്ലാഹ് സലീം സാഹിബ് അത് വിശദീകരിക്കും, ഞാൻ ആ ഭാഗത്തേക്ക് കയറുന്നില്ല. പക്ഷെ അതിനെ കളിയാക്കി അതിനെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുക, പ്രമാണങ്ങൾക്കെതിരെ നമ്മൾ കുതിര കയറുകയാണ്. ജിന്നുബാധ ഒരു യാഥാർത്ഥ്യമാണ്, അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്, ഹദീസുകളാൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. പക്ഷെ അത് നിഷേധിച്ചുകൊണ്ടുള്ള സംസാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ജിന്നുബാധയോ സിഹിർബാധയോ മറ്റുള്ള രോഗങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രതിവിധിയായും ഇസ്ലാം പറഞ്ഞാൽ എന്താ? അള്ളാഹുവോട് പ്രാർത്ഥിക്കണം, മരുന്നുകൾ കഴിക്കണം. അതോടൊപ്പം റുഖിയ ശർഇയ്യ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി ഇസ്ലാം പഠിപ്പിച്ചു. അതിനർത്ഥം തല്ലി അറക്കുക എന്നല്ല, പ്രചരിപ്പിക്കൽ അങ്ങനെയാണ്. തുപ്പൽ ചികിത്സ എന്നാണ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, അങ്ങനെയും അല്ല. മറിച്ച് ഖുർആൻ ഓതുക, ഹദീസിൽ വന്ന പ്രാർത്ഥനകൾ നിർവഹിക്കുക, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മന്ത്രങ്ങളും ദിക്റുകളും ചൊല്ലുക, ആവശ്യമായി വരുമ്പോൾ രോഗിയുടെ ശരീരത്തിൽ തടവുക, പതുക്കെ രോഗിക്ക് ഊതി കൊടുക്കുക. പ്രവാചകൻ ചെയ്തതാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. പക്ഷെ ഇത്തരം വസ്തുതകളെല്ലാം കളിയാക്കി പരിഹസിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ കേരള നേതൃത്വത്തിൽ മുജാഹിദീനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നു. കേന്ദ്രമിനെ അല്ല ഞാൻ പറയുന്നത്, ഞാൻ ആവർത്തിച്ചു പറയാം. കേന്ദ്രത്തിനകത്തുള്ള ചില ആളുകൾക്ക് അങ്ങനെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത്തരം ഹദീസുകളൊന്നും നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതില്ല, അത്തരം കാര്യങ്ങളൊന്നും ജനങ്ങളോട് പറയേണ്ടതില്ല, അത് മൂടി വെച്ചാലും കുഴപ്പമില്ല എന്ന് മാത്രമല്ല, അത്തരം വിഷയങ്ങൾ ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ജനങ്ങൾക്ക് തുറന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതിനെ കളിയാക്കാൻ തുടങ്ങി. വിശ്വാസം പഠിപ്പിച്ചതാണ്, ഹദീസിൽ വന്നത് പ്രകാരം പ്രാർത്ഥന ഓതി, പ്രാർത്ഥന ചൊല്ലി നമുക്ക് ഊതാം. അതിനാണ് റുഖിയ ശർഇയ്യ എന്ന് അറബി ഭാഷയിൽ പറയാം. പക്ഷെ അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനെ കളിയാക്കിക്കൊണ്ട് പല ആളുകളും ലേഖനങ്ങളും പ്രഭാഷണങ്ങളുമായി രംഗത്തിറങ്ങി. ഇത് വിചിന്തനമാണ്. വിചിന്തനത്തിൽ വന്ന ഒരു പദം മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. വൃദ്ധരായ ഇസ്മിന്റെ പണിക്കാരെല്ലാം കസ്റ്റമർമാരെ കിട്ടാതെ വിഷമിക്കുകയാണ്. കാരണം ഖുർആൻ തെറാപ്പി, ഹദീസ് തെറാപ്പി എന്നൊക്കെ പേരിട്ട് യുവാക്കൾ നടത്തുന്ന ക്ലിനിക്കുകളിലാണ് ജനബാഹുല്യം. ആരവിടെ ഖുർആൻ തെറാപ്പി, ഹദീസ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ലിനിക്ക് തുടങ്ങിയത്? അപ്പൊ സംഗതി എന്താ? ഖുർആൻ ഓതി ഖുൽഅഊദു റബ്ബിന്നാസും ഖുൽഅഊദു റബ്ബിൽ ഫലഖും ഖുൽ ഹുവല്ലാഹു അഹദും ആയത്തുൽ കുർസിയും അതേപോലെ ഹദീസിൽ വന്ന അല്ലാഹുമ്മ റബ്ബന്നാസിയും അദ്വിബിൽ ബഅസ ഇശ്ഫി അംദശാഫ് തുടങ്ങിയ ദിക്റുകൾ, പ്രാർത്ഥനകൾ, ഖുർആൻ ആയത്തുകൾ ഓതി ഊതാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതിനെ കളിയാക്കുക. ഖുർആൻ തെറാപ്പിയാണ്, അത് ഹദീസ് തെറാപ്പിയാണ്, ജിന്ന് ക്ലിനിക്കാണ്, അടിച്ചിറക്കൽ ചികിത്സയാണ്. ആരും അടിച്ചിറക്കണമെന്നോ അടിക്കണമെന്നോ പറഞ്ഞിട്ടില്ല, അടിക്കരുത് എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇനി ഒരാൾ ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, എന്തിന് പരിഹാസ രൂപത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങണം? സഹോദരന്മാരെ, ബഹുമാനനായ അമാനി മൗലവിയുടെ ഇസ്ലാമിക ജീവിതം ഞാൻ വായിക്കേണ്ട ആവശ്യമില്ല. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഇത് കേട്ടവരാണ്, വിഷയങ്ങൾ മനസ്സിലാക്കിയവരാണ്. പക്ഷെ അത് എന്തിനാ കൊണ്ടുവന്നു വെച്ചാൽ അമാനി മൗലവി പറയുന്ന ചില ഒന്ന് രണ്ട് പ്രധാന വിഷയങ്ങളുണ്ട്. കണ്ടേറുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച നടത്തുന്നിടത്ത്, മന്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം നടത്തുന്നിടത്തൊക്കെ അമാനി മൗലവി പറയുന്നത് ഇതിനെ എതിർക്കുന്നവർ ഹദീസുകൾ വിശ്വാസമില്ലാത്തവരാണ്. എന്റെ വിഷയം അതാണല്ലോ. ആരെങ്കിലും ഇത്തരം വിഷയങ്ങൾ എതിർക്കുന്നു എങ്കിലും അവൻ ഹദീസിൽ വിശ്വാസമില്ലാത്തവരാണ്. ഇപ്പൊ മന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അമാനി മൗലവി പറഞ്ഞ എന്താ? ഹദീസുകളെ നിഷേധിക്കുന്നവർക്കേ ഇതിനെ തള്ളാനാവൂ. എന്ത് റുഖിയ ശർഇയ്യ എന്ന് ചോദിക്കുന്ന ആളുകൾ,
എന്നിട്ട് അതിനെ ചീത്തയായ ആളുകൾക്കിടയിൽ വസ്വാസും തെറ്റിദ്ധാരണയും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പേരുകൾ ഇട്ടുകൊടുത്തുകൊണ്ട് മോശമായി ചിത്രീകരിക്കുന്ന ആളുകൾ. കണ്ണൂറുമായി ബന്ധപ്പെട്ട ഹദീസ് ഉള്ളതാണ്, യാഥാർത്ഥ്യമാണ്. അത് അള്ള വെച്ച ഭൗതികമായ സംവിധാനത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അമാനി മൗലവി പറഞ്ഞത് എന്താ? ബുദ്ധിയും അതേപോലെ തന്നെ അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂഢധാരണകളുടെയും കട്ടിയേറിയ മറക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ട് കൂടിയവരുമാണവർ. ആര്? കണ്ണീർ നിഷേധിച്ചവർ. ദീനിനെ കുറിച്ച് അവർക്ക് അറിവില്ല, അവർ പഠിച്ചിട്ടില്ല, പ്രമാണങ്ങൾ അറിഞ്ഞിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേൾക്കുന്നു, അത് ഏറ്റുകൊണ്ട് വിമർശനം ഒരു തൊഴിലാക്കിയ ആളുകൾ അതുമായി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് മറുപടി പറയും, അത് അപ്പോൾ അത് വേറെ സ്ഥലത്ത് പോയി പ്രസംഗിക്കും. അവിടെ നമ്മൾ പോയിട്ട് മറുപടി പറയും, അപ്പൊ വേറെ സ്ഥലത്ത് പോയി പ്രസംഗിക്കും. ഓൽക്കതൊരു തൊഴില. ഇതിന്റെ വിശദീകരണം എന്താണ് എന്നും ഇതിന്റെ മറുപടി എന്താണ് എന്നും സത്യാവസ്ഥ എന്താണ് എന്നും ഇവിടെ വന്ന് പ്രസംഗിച്ച ആൾക്ക് മാത്രമല്ല, ഇതുമായി നടക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. കാരണം കേരളം മുഴുവൻ അവർ നടന്നപ്പോൾ പിന്നാലെ നമ്മൾ പോയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്നാലും വേറെ സ്ഥലത്തേക്ക് പോയി അവിടെ പോയി പ്രസംഗിക്കും. അപ്പൊ എന്താ? അതിനോടൊന്നും താല്പര്യമില്ല, ആ ഹദീസുകൾ ആവശ്യമില്ല. ആ ഒരു സമീപനത്തിലേക്ക് നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ടായ നമ്മുടെ സുഹൃത്തുക്കൾ പോയി കഴിഞ്ഞിട്ടുണ്ട്. അവരോട് വെറുപ്പല്ല, സഹതാപമാണ് തോന്നുന്നത്. നിങ്ങൾ അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. അങ്ങനെ വിമർശിക്കുന്നവരായിരുന്നില്ല നമ്മൾ. ഒരു വ്യക്തിക്കും വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരായിരുന്നില്ല നമ്മൾ. പ്രമാണം പറഞ്ഞടത്ത് നിൽക്കുന്ന, പ്രമാണം ഉള്ളടത്ത് നിൽക്കുന്ന ആളുകളായിരുന്നു നമ്മൾ. ഇത് നമ്മുടെ സമ്മേളനത്തിന് ഇറങ്ങിയ ഇരുളിന്റെ ഇന്നലകളും ഇസ്ലാഹി പ്രസ്ഥാനവും മാറഞ്ചേരി മുഹമ്മദ് മൗലവി അദ്ദേഹം ഈ വിഷയത്തെ പരിഹസിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് എഴുതിയ ചില ഭാഗങ്ങൾ കേൾക്കും നിങ്ങൾ. വീട്ടിൽ കിടന്നാൽ ജിന്ന്, അടുക്കളയിലും ജിന്ന്, ബെഡ്റൂമിൽ കിടന്നാലും അവിടെയും ജിന്ന്. ധാരണ കളിയാക്കുന്നത് എന്താ? പ്രവാചകൻ പറഞ്ഞത് വീട്ടുകാർ ബിസ്മില്ലാ ചൊല്ലണം, കേട്ടാൽ ജിന്ന് പോവും. ആയിക്കോട്ടെ, ഹദീസുള്ളത് നമ്മൾ പറഞ്ഞു, അത് ഇവർക്ക് പറ്റിയില്ല. അടുക്കളയിൽ കടന്നാൽ ജിന്ന്, അത് ശരിയാണ്. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാ എന്ന് പറയണം, ശൈത്താൻ പിന്നാലെന്ന് മാറിപ്പോകും. നമ്മൾ ചൊല്ലുന്നു, ഇവർക്കത് പറ്റണില്ല. ബെഡ്റൂമിൽ കയറിയാൽ അവിടെയും ജിന്ന്, ശരിയാണ്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്നാ ശൈത്താൻ വജന്നിബ് ശൈത്താന മിമ്മാ റസഖ്തനാ ചൊല്ലാൻ പഠിപ്പിച്ചു റസൂൽ. ഇവർക്കത് ഇഷ്ടമല്ല. അതല്ല ഇതിന്റെ അർത്ഥം. റൂമിൽ കടന്നാൽ ജിന്ന്, വീട്ടിൽ കടന്നാൽ ജിന്ന്, ബെഡ്റൂമിൽ കടന്നാലോ അവിടെയും ജിന്ന്. പിന്നെ മേശ വലിച്ചാൽ, തേങ്ങയിട്ടാൽ, ചൂടുവെള്ളം ഒഴിച്ചാൽ അവിടെയും ജിന്ന്. അത് പണ്ട് നമ്മുടെ പ്രഭാഷകന്മാർ പറഞ്ഞ ചില കാര്യങ്ങളാണ്. അത് വന്ന് പറഞ്ഞത് അബദ്ധമായി പോയി, ഇനി അത് ആരും പൊക്കിപ്പിടിച്ച് നടക്കേണ്ടതില്ല എന്ന് അന്ന് തന്നെ വിചിന്തനത്തിൽ ജിന്നി പിശാച് ഒരു വിശദീകരണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും അത് പൊക്കിപ്പിടിച്ച് പറഞ്ഞാൽ പരലോകത്ത് വെച്ച് കാണാം എന്ന് ശംസുദ്ദീൻ പാലത്ത് അന്ന് ഇവിടെ കൊടുത്തത് കൊണ്ട് KC മാറഞ്ചേരിയെയും ശംസുദ്ദീന്റെ വിഷയവും പരലോകത്തേക്ക് വിടുക എന്നാണ് ചർച്ച ചെയ്യുന്നില്ല. കാരണം അത് പിന്നെ ആവർത്തിച്ചിട്ട് അവളെ വിളിക്കുന്നുണ്ട് ഇവിടെ. ഇതിനു ശേഷം അദ്ദേഹം പറയാണ്, കേട്ടോളൂ, പാമ്പിനെ കണ്ടാലാകട്ടെ അത് ജിന്നാണെങ്കിലോ എന്ന് വെച്ച് കൊല്ലാനൊരു മടി. ഇതാര് പറഞ്ഞതാ? അലി മദനി മൊറയൂർ ഇവിടുന്ന് പറഞ്ഞു. അല്ല, അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ മുമ്പ് നടന്ന സ്വാഗതത്തിൽ മടവൂരികൾ പറഞ്ഞ അതേ വാക്ക് ആര്? KC മൗലവി മാറഞ്ചേരി. കൊല്ലാനൊരു മടി, ആർക്കും മടില്ല, തച്ചട് കൊല്ലും പാമ്പാണെങ്കിൽ. അങ്ങനെ കൊല്ലണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതൊക്കെ ആരോപണങ്ങൾ മാത്രം. എന്താ അതിന്റെ വസ്തുത ഞാൻ നേരത്തെ വിശദീകരിക്കുകയും ചെയ്തു. ഇത് കേട്ടോളി. പിന്നെന്താ പറഞ്ഞത്? സന്ധ്യ മയങ്ങുന്നതോടുകൂടി സ്ത്രീകൾക്കും മറ്റും പുറത്തിറങ്ങാൻ പേടി. സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് രാത്രി പുറത്തിറങ്ങാൻ പേടി ഉണ്ടാവും. പക്ഷെ ഇതിനേറ്റ് കൂട്ടിക്കെട്ടുന്നതിനാ? അതവിടെ ജിന്നുണ്ട് നമ്മൾ പറഞ്ഞു പേടിപ്പിച്ചു എന്നാണ് വിഷയം. അതാണ് കൂട്ടരെ, അത് ഹദീസിൽ വന്നതാണ്. വൈകുന്നേരമായാൽ പിശാചുക്കൾ വ്യാപിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ പുറത്തു വിടരുത്. ഇവിടെ സ്ത്രീകളെ എന്നാണ് ഇവിടെ ഹദീസ് കേട്ടിട്ടുണ്ട്. അതോടെ പിന്നെ വിശ്വസിക്കാൻ വയ്യ. പക്ഷെ ആരോപണം ഇതാണല്ലോ. അപ്പൊ കുട്ടികൾ എന്നുള്ള സ്ത്രീകളൊന്നും ആയിപ്പോയതാ. സ്ത്രീകളുടെ കാര്യമല്ല പറഞ്ഞത്. വൈകുന്നേരമായാൽ കുട്ടികളെ നിങ്ങൾ പുറത്തുവിടരുത്, പിശാചുക്കൾ വ്യാപിക്കുന്ന സമയമാണ്. അതാരെ എഴുതിയത്? നമ്മൾ കൊണ്ടുവന്ന വിഷയം എന്നുള്ളത് കേട്ടോളി. ബഹുമാന്യനായ അമാനി മൗലവി തന്റെ ഇസ്ലാമിക ജീവിതത്തിൽ ഈ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം അത് വിശദീകരിക്കുന്നുണ്ട്, ഹദീസ് കൊടുക്കുന്നുണ്ട്. ആ ഹദീസ് ഒന്ന് കേൾക്കാം. എന്താ ഹദീസുള്ളത്? ഹമ്മിറുൽ ആനിയ വൗക്കുൽ അസ്ഖിയ. രാത്രി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയാം. നിങ്ങൾ പിന്നെ പാത്രങ്ങൾ മൂടി വെക്കണം, പാനപാത്രങ്ങൾ അടച്ചു വെക്കണം. വജിഫുൽ അബ്വാബ, വാതിലുകളും അടക്കണം. വഖ്ഫിതു സിബിയാനകും ഇൻദൽ മസാ, വൈകുന്നേരമായാൽ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം. സ്ത്രീകളല്ല, അതൊരു ആരോപണമായി പറഞ്ഞപ്പോൾ സ്ത്രീകൾ എഴുതിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? ഫൈനലിൽ ജിന്നി ഇന്തിശാറൻ വഖതുഫതൻ,
പിശാചുക്കൾ ആ സമയത്ത് വ്യാപിക്കുന്നു. അതോടൊപ്പം അവർക്ക് റാഞ്ചലുമുണ്ട്. ഇത് ഹദീസിൽ വന്ന വിഷയമാണ്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. അമാനി മൗലവി തന്നെ ഇസ്ലാമിക ജീവിതത്തിൽ കൊടുത്തതാണ്. ഏറ്റവും ചുരുങ്ങിയത് അമാനി മൗലവി പറഞ്ഞത് ഇപ്പോഴല്ലേ നമ്മളെ ജിന്നുവാദികളും ജിന്നിന്റെ ആളുകളൊക്കെ ഇപ്പൊ ഉണ്ടായത്. അമാനി മൗലവി എഴുതി വെച്ചതല്ലേ ഇത്, അംഗീകരിച്ചുകൂടെ? അതിനു മുമ്പ് അഹ്ലെ ഹദീസിന്റെ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചതല്ലേ? ഏത് സലഫി പണ്ഡിതനാം ഇതിനെ എതിർത്തുകൊണ്ട് ഇതിനെ പരിഹസിച്ചുകൊണ്ട് ലേഖനം എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടുള്ളത്? ആരുമില്ല. എന്നിട്ടും സമ്മേളനത്തിൽ ഇറങ്ങി സമ്മേളനത്തിന് വിതരണം ചെയ്ത പുസ്തകം അതിനുള്ളത് വൈകുന്നേരമായാൽ പുറത്തിറങ്ങാൻ പേടി. അവിടെ ജിന്നുണ്ട് നമ്മൾ പറഞ്ഞു, നമ്മൾ പറഞ്ഞതല്ല, ഹദീസിൽ വന്നതാ. എന്ന് മാത്രല്ല, ഇത് സമ്മേളനത്തിൽ ഇറങ്ങിയതാ. ഞാനും നമ്മുടെ സോവനീർ, അതിലൊരു ലേഖനുണ്ട്, ഞാനും മുജാഹിദ എന്ന് പറഞ്ഞിട്ട് പി മൊയ്തുഹാജി എഴുതിയ ലേഖനം. പി മൊയ്തുഹാജി ഞാനും മുജാഹിദായി. അതിന്റെ മധ്യഭാഗത്ത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊരു ഭാഗം കാണാം. അതിനടിയിൽ എഴുതിയിട്ടുണ്ട്, സന്ധ്യ കഴിഞ്ഞ് ഇരുട്ട് തുടങ്ങിയാൽ ജിന്നുകളുടെ വരവായി എന്ന് മറ്റൊരു മൗലവി തട്ടിവിട്ടു. അപ്പൊ അത് വിശ്വാസം അവർക്കില്ലാന്നർത്ഥം. ഇത് മൗലവി തട്ടിവിട്ടതല്ല, ഹദീസിലുള്ളതാണ്. ബുഖാരി ഉദ്ധരിച്ചതാണ്, ഹദീസ് ഉദ്ധരിച്ചതാണ്, മുസ്ലിം ഉദ്ധരിച്ചതാണ്. ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ പോലും സ്വീകരിക്കാൻ ചില ആളുകൾക്ക് കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആരോപണം ചീത്ത പറയല്ല, ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ അങ്ങനെ ആകരുത്. അങ്ങനെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആൾ നമ്മളായി മാറാനും പാടില്ല. ഇനി ഇത് നമ്മൾ പലയിടത്തും കേട്ട കാര്യമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയോ? ഒന്ന് ശ്രദ്ധിച്ചോളി. ഒരു ലേഖനം കൊടുത്തു കഴിഞ്ഞാൽ ആ ലേഖനത്തിലെ മർമ്മപ്രധാനമായ വിഷയമാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ആ ലേഖനത്തിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ത് ചെയ്യുക? പ്രത്യേകിച്ച് ഒരു കുറിപ്പാക്കി കോളത്തിലോ മറ്റോ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ലേഖനം മുഴുവൻ വായിച്ചിട്ടും ഇവിടെ പറഞ്ഞ ജിന്നുകൾ വൈകുന്നേരമായാൽ വരവായി എന്ന് മറ്റൊരു മൗലവി തട്ടിവിട്ടു എന്ന പദം ഈ ലേഖനത്തിൽ എവിടെയും കാണാനില്ല. ഈ ലേഖനം മുഴുവൻ വായിച്ചത് കിട്ടുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഈ ലേഖനം എഴുതിക്കൊടുത്ത മൊയ്തുഹാജി അല്ല ഇത് എഴുതിയത്. ഈ സോവനീർ കൈകാര്യം ചെയ്ത ഒന്നുകിൽ ഇസ്ഹാഖ് അലി കല്ലിക്കണ്ടിയും അല്ലെങ്കിൽ ഈ കെ എം പന്നൂർ, രണ്ടും ആ വകുപ്പ. ഒരു തരം യുക്തിവാദി ഗ്രൂപ്പ് KNM-നകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണത്. ഒരാൾ ലേഖനം എഴുതി കൊടുക്കുക, ആ ലേഖനത്തിന്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ളത് കയറ്റി കൊടുക്കുക. ഹൈലൈറ്റ് ചെയ്ത ഭാഗം ലേഖനത്തിൽ വരേണ്ടതാണ്. അതില്ലാതെ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് മാത്രം കണ്ടു എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സോവനീർ കൈകാര്യം ചെയ്ത പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളുണ്ട്, അവർക്കിതിൽ വിശ്വാസമില്ല. ഹദീസിൽ വന്നാലും ശരി, അത് ബുഖാരി അല്ല, മുസ്ലിം അല്ല, അതിനേക്കാൾ വലുത് ഉദ്ധരിച്ചാലും ശരി, ഞങ്ങൾ വിശ്വസിക്കൂല. അതല്ല അതിന്റെ അർത്ഥം. എന്നിട്ട് ഈ നിലക്കുള്ള പരിഹാസങ്ങളും നിഷേധങ്ങളുമായിട്ട് നടക്കാം. KC മൗലവി അവസാനം എങ്ങനെ അവസാനിപ്പിക്കുന്നത് അറിയോ? അങ്ങനെ എവിടെ നോക്കിയാലും ജിന്ന് തന്നെ ജിന്ന്. അപ്പൊ ഇത് പറയുന്ന ആളുകളെ ജിന്നൂരികളാക്കി, ജിന്നുവാദികളാക്കി, എന്തൊക്കെ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും ജിന്ന് തന്നെ ജിന്ന്. അതെ, അങ്ങനെ തന്നെയാ. അല്ല പറഞ്ഞതാ, കേട്ടോളി. അവരുടെ മുമ്പിലൂടെ ഞാൻ വരും, അവരുടെ പിന്നിലൂടെ ഞാൻ വരും, അവരുടെ വലത്തുകൂടെ ഞാൻ വരും, അവരുടെ ഇടത്തുകൂടെ ഞാൻ വരും. എല്ലായിടത്തും ഉണ്ട് ജിന്ന് തന്നെ ജിന്ന്. എന്താ നിങ്ങൾക്ക്? അപ്പൊ ആയത്തിലും ഹദീസിലും വന്നത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്നാൽ അതൊരു കാരണമാക്കി തങ്ങളുടേതായ കച്ചവടങ്ങളും ബിസിനസ്സുകളും പാർട്ട്ണർഷിപ്പും കാര്യങ്ങളും വേറെ ഞാൻ നടക്കും. ഞാൻ ആ ഭാഗത്തൊന്നും നീങ്ങുന്നില്ല. അതിനു വേണ്ടിയിട്ട് ഇത്തരം ചില ആരോപണങ്ങളും ഇല്ലാത്ത കാര്യങ്ങളുമായിട്ട് വരാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ റുഖിയ സറയുണ്ടല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടോളൂ നിങ്ങൾ. വസ്തുതകൾ ഇങ്ങനെയെല്ലാമായിരിക്കെ ഇപ്പോഴിതാ നമ്മുടെ ചില യുവ പണ്ഡിതന്മാർ ഖുർആൻ തെറാപ്പിയും ഇലാജ് തെറാപ്പിയും CD തെറാപ്പി എന്നൊക്കെ പേരിട്ടുകൊണ്ട് ചില ഓഫീസുകൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയതായി കേൾക്കുന്നു. എവിടുന്ന് നമ്മൾ കേട്ടത്? എവിടുന്ന് കേട്ടു? ജിന്ന് പിശാചുകൾ കട്ടുകേട്ട് ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ വല്ല ശൈത്താന്മാരും വന്നിട്ടുണ്ടാവും. അതിലാണ് നമ്മളാരും തുടങ്ങിയിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാനും കഴിയില്ല. പച്ച കളവ് എഴുതിക്കൊണ്ടിരിക്കുക. കുറച്ചു കാലമായിട്ടും ഇപ്പോഴത്തെ നേതാക്കന്മാരെ പഴയ എന്താ വെച്ചാൽ കളവ് പറയാ. അത് മിമ്പർമലായാലും കുഴപ്പമില്ല, ഇനി മറ്റുള്ളവരുടെ മാസികകളിലോ വീക്കിലിലോ അവിടെ പോയിട്ട് കളവ് പറയാനും കുഴപ്പമില്ല. വലിയ വലിയ ആളുകൾ പോയി കളവ്, പച്ച കളവ് പറഞ്ഞു നടക്കുക. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും നീങ്ങുന്നില്ല. സഹോദരന്മാരെ, ഇപ്പൊ അവിടെ നടക്കുന്നത് വ്യക്തമായ ഹദീസ് നിഷേധമാണ്. പണ്ട് മടവൂരി സഹോദരന്മാര് ഈ ആരോപണങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി നമ്മൾ മറുപടി കൊടുത്തു. ജിന്നുബാധ സത്യമാണ്, സിഹ്റുബാധ സത്യമാണ്, അതിന് പരിഹാരം ഇന്നതാണ്. നമ്മൾ ഒന്നടങ്കം മറുപടി പറഞ്ഞു. നമ്മൾ ആരും അങ്ങോട്ടും കൂടി എതിർത്തിട്ടില്ല. പക്ഷെ 2012 കൂടി ദീന് മൊത്തം മാറി.
ഇസ്ലാമിന്റെ പ്രമാണം മൊത്തം മാറി. പ്രമാണങ്ങൾ ഖുർആനും വന്നു ഹദീസിനും വിട്ട് ചില ആളുകളായി മാറി. തൗഹീദിന്റെ അടിസ്ഥാനങ്ങൾ മാറി, സുന്നത്തിന്റെ നിദാനങ്ങൾ മാറി. 2012 എന്തോ കുതൂഹല സംഭവിച്ചതുപോലെ ഓരോ ടേണിംഗ് പോയിന്റുകളായിരിക്കാം. അള്ളാഹു എന്തൊക്കെ സബബുകളാ ഈ ലോകത്ത് വെച്ചിക്കിടുന്ന അറിയില്ലല്ലോ. എത്ര വ്യക്തമായി മടവൂർ സഹോദരന്മാര് ഹദീസുകളെ ജിന്നി വിഷയത്തിൽ നിഷേധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ല സത്യമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തിരുന്ന നമ്മൾ വിചിന്തനത്തിൽ ലേഖനം എഴുതി. എന്താ വിചിന്തനത്തിൽ പറഞ്ഞത്? അതുകൂടി കേട്ടോളൂ. കേരള മുസ്ലിങ്ങൾ, കേരളീയ സമൂഹം പുറന്തള്ളിയ ജിന്നുബാധ ഉൾപ്പെടെ കേരളീയ സമൂഹം പുറന്തള്ളിയ വികലവാദങ്ങളെ മുസ്ലിം സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നീക്കത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് കടപ്പുറത്ത് ഒത്തുകൂടിയ ജനലക്ഷങ്ങൾ ആവർത്തിച്ചു. അപ്പൊ കടപ്പുറത്ത് ഒത്തുകൂടിയ എന്തിനാ? ജിന്നുബാധ വികലവാദമാണ് എന്ന് പറയാൻ. അതാര് പഠിപ്പിച്ചതാ? അള്ളാഹ് പറഞ്ഞതാ ഖുർആനില്. പലിശ തിന്നിരുന്നവൻ എണീറ്റ് വരിക ജിന്ന് ബാധ ഏറ്റവനെ പോലെയാണ്, പിശാച് ബാധ ഏറ്റവനെ പോലെയാണ് എന്ന ഖുർആൻ വാദത്തെയും എന്ന ഖുർആനിന്റെ വിശ്വാസത്തെയും വികലവാദമായും വിചിന്തനം ചിത്രീകരിച്ചുവെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താ? ഇത് നമ്മൾ തുറന്നു പറഞ്ഞാൽ, ഇത് ഹദീസിനെതിരാന്ന് പറഞ്ഞാൽ, ഇത് ആയത്തിനെതിരാന്ന് പറഞ്ഞാൽ പറഞ്ഞോ പഠിക്കും പുറത്ത് ആയിക്കോട്ടെ. ഇന്ന റബ്ബക ഹുവ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അല്ലാഹ് തീരുമാനം പറയും പരലോകത്ത്. ഇഖ്ലാസും ഈമാനും ഉണ്ടെങ്കിൽ അൻതുമുൽ അഅലൗൻ, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ, ഈമാൻ ഉണ്ടെങ്കിൽ എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലെ വിശ്വാസമുള്ളൂ, വേറെ ആരുടെയും ഒന്നും വേണ്ട, ആരുടെയും ഒന്നും വേണ്ട. അള്ളാഹ് പറഞ്ഞു അൻതുമുൽ അഅലൗൻ ഇൻ കുൻതും മുഅ്മിൻ, ഈമാൻ ഉണ്ടെങ്കിൽ. അപ്പൊ സഹോദരന്മാരെ, ഓരോ കാലഘട്ടത്തിൽ അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഓരോ കാലഘട്ടത്തിലും ഓരോ ആളുകളും ഓരോ കാരണം പറഞ്ഞ് ഹദീസിനെ നിഷേധിച്ചു. ചില ആളുകൾ ബുദ്ധിക്കെതിരെ എന്ന് പറഞ്ഞു, ചില ആളുകൾ യുക്തിക്കെതിരെ എന്ന് പറഞ്ഞു, ചില ആളുകൾ ഖുർആനെതിരെ എന്ന് പറഞ്ഞു, ചില ആളുകൾ പരിഷ്കാരത്തിനെതിരെ എന്ന് പറഞ്ഞു, ചില ആളുകൾ എല്ലാം കൂടി കൂട്ടിക്കുഴച്ചു പറഞ്ഞു. ഈ അവസാനം 2012 വന്ന ഹദീസ് നിഷേധം ഉണ്ടല്ലോ നമ്മുടെ ആളുകളുടെ, അവർ എന്തുകൊണ്ടാണ് ഹദീസ് നിഷേധിച്ചത് എന്ന് മാത്രം ഞാൻ ചുരുക്കി ഇവിടെ പറയാം. അത് ഞാൻ ഉണ്ടാക്കിയതല്ല, സലീംക്ക് കേട്ടിക്കണോ അല്ലേന്ന് അറിയില്ല. ബഹുമാനനായ അമാനിമോലി എഴുതി വെച്ചതാ. അമാനിമോലി എഴുതി വെച്ച ചില കാര്യങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക, ശ്രദ്ധയോടെ കേൾക്കുക. എന്തുകൊണ്ടാ ചില ആളുകളൊക്കെ ഹദീസിനെ നിഷേധിക്കുന്നത്? എന്തുകൊണ്ടാ ചില ആളുകളൊക്കെ നമ്മൾ ചിന്തിക്കാത്ത നിലക്കുള്ള വർത്തമാനങ്ങൾ നമ്മുടെ കൂടെ നടന്നിരുന്ന പണ്ഡിതന്മാർ പോലും പറയുന്നത് അത് എന്തിനു വേണ്ടിയാണ് എന്ന് ബഹുമാനനായ അമാനി മൗലവി കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചു. അതൊന്ന് കേട്ടോളി. മുനാഫിക്കുകൾ 2 തരം ഉണ്ട് എന്ന് പറഞ്ഞ് വിശദീകരിക്കാം. രണ്ടാമത്തെ തരക്കാര സ്വഭാവം അമാനി മൗലവി അന്ന് എഴുതി വെക്കാം. കേട്ടോളി. കർമ്മത്തിലും സ്വഭാവത്തിലുമുള്ള മുനാഫിക്കുകൾ, ഇവർ തനി അവിശ്വാസികളല്ലെങ്കിലും വിശ്വാസത്തിൽ സ്ഥിരതയും അടിയുറപ്പുമില്ലാത്ത ദുർബല വിശ്വാസക്കാരാകുന്നു. ഇവരിൽ പല വകുപ്പുകൾ കാണാം. സ്വജനങ്ങൾക്കൊപ്പിച്ച് വിശ്വാസത്തിനും അവിശ്വാസത്തിനും അരുനിൽക്കുന്നവർ, ഐഹിക താല്പര്യങ്ങളിൽ ലയിച്ച് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആജ്ഞാ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നവർ. നാം വിശദീകരിക്കുന്നില്ല. വിശ്വാസത്തിൽ മാറ്റം വരും. ഭൗതിക ജീവിതത്തിന്റെ താല്പര്യങ്ങളുടെ പേരിൽ പലർക്കും കൂട്ടുനിൽക്കും, പലതും ഉദ്ഘാടനം ചെയ്യാനും ആശംസ നേരാനും പലതും സംഭവിക്കും. ഇവിടെ യാദൃച്ഛ പ്രസ്ഥാനം തകർന്നാലും പ്രശ്നമല്ല, ഞങ്ങളുടെ കച്ചവട പ്രസ്ഥാനം തകരരുത്, അതിന് എനിക്ക് ഇരിക്കേണ്ട സ്ഥാനത്ത് ഞാൻ ഇരിക്കും, അതിന് എന്ത് നെറുകേടും കാണിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ വരും. കേട്ടോളൂ ബാക്കി. സ്വജനങ്ങൾക്കൊപ്പിച്ച് വിശ്വാസത്തിനും അവിശ്വാസത്തിനും അരുനിൽക്കുന്നവർ, ഐഹിക താല്പര്യങ്ങളിൽ ലയിച്ച് അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആജ്ഞാ നിർദ്ദേശങ്ങളെ അവഗണിക്കുന്നവർ, ധനമോഹം, നേതൃത്വമോഹം, അസൂയ മുതലായ കാരണങ്ങളാൽ ഇസ്ലാമിക നിർദ്ദേശങ്ങളെ വകവെക്കാത്തവർ, ഉപജീവന മാർഗങ്ങളിലും മറ്റും വ്യാപൃതരായി പരലോക വിചാരവും മതനിഷ്ഠയും നഷ്ടപ്പെട്ടവർ, ഇസ്ലാമിനെ പൊതുവിൽ നിഷേധിക്കുന്നില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചോ ഇസ്ലാമിന്റെ ഏതെങ്കിലും സ്പഷ്ടമായ അധ്യാപനങ്ങളെ സംബന്ധിച്ചോ സംശയവും ആശങ്കയും വെച്ചുകൊണ്ടിരിക്കുന്നവർ, ഇസ്ലാമിന്റെ ഏതെങ്കിലും എതിർ കക്ഷികളോടുള്ള അനുഭാവവും ചായ്വും നിമിത്തം അവരെ സഹായിക്കുവാനും തൃപ്തിപ്പെടുത്തുവാനും വേണ്ടി ഇസ്ലാമിക തത്വങ്ങളെ നിസ്സാരമാക്കുന്നവർ എന്നിങ്ങനെയുള്ളവരെല്ലാം ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ട മുനാഫിക്കുകളാകുന്നു. മനസ്സിലായല്ലോ? ഒന്നും ഞാൻ വിശദീകരിക്കണ്ട, വളരെ കറക്റ്റാണ് അമാനി മൗലവി പറഞ്ഞത്. ഓരോന്നും വിശദീകരിച്ച് ഇവിടെ ക്ലിപ്പിട്ട് ഉദാഹരണങ്ങൾ കാണിക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരും. അടുത്ത കേട്ടോളൂ, നിർത്തിയിട്ടില്ല അമാനി മൗലവി.
ഇങ്ങനെ തോന്നി ഇതിങ്ങനെ വായിച്ചപ്പോ അമാനി മൗലവി എങ്ങാനും ഒന്ന് എണീറ്റ് ഇവിടെ കേരളം കണ്ടുപോയോന്ന്. 2012 ശേഷം അമാനി മൗലവി ഇവിടെ വന്നു പോയോ തോന്നിപ്പോകും ഇത് കേട്ടാല്. കേട്ടോളൂ, അടുത്ത വരി എന്താണെന്നറിയോ? ഇത്തരം മുനാഫിക്കുകളെ എക്കാലത്തും കാണാം. ഇക്കാലത്ത് ഇത്തരക്കാരുടെ എണ്ണം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ഭൗതിക സുഖാഡംബരങ്ങളിൽ ലയിച്ചും. പണ്ട് അമാനി മൗലവിയും കെ പി മൗലവിയൊക്കെ വലിയ പ്രയാസത്തിലും വാഹനമില്ലാണ്ടും നടന്നിട്ടും ഒക്കെ ജോലി ചെയ്തിരുന്നത്. പിന്നെ കറ ശബ്ദമുള്ള ഫാനും അടിപൊളി പിന്നെ ശബ്ദമുണ്ടാക്കുന്ന കസേരയും മേശയ്ക്കായിരുന്നു. ഇന്ന് AC കാറും AC സൗകര്യങ്ങളൊക്കെ ആണല്ലോ. ശരി, അതാണ് എന്താ പറഞ്ഞത്? ഭൗതിക സുഖാഡംബരങ്ങളിൽ ലയിച്ചും ധനസമ്പാദനം ജീവിതോദ്ദേശ്യമാക്കിയും. സംഘടന പോലും എന്തിനാ? സംഘടനയെ പോലും നമ്മുടെ മുൻകാല നേതാക്കന്മാരും പൈസക്കുള്ള മാർഗാക്കിയിട്ടില്ല. ആരും ആക്കിയിട്ടില്ല. സ്വന്തം കുടുംബത്തിന്റെ സ്ഥലം, സ്വന്തം കയ്യിലുള്ള സ്ഥലം വിറ്റിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവഴിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ നമ്മുടെ നേതാക്കന്മാര്. പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാ. കേട്ടോളൂ അമാനി മൗലവി പറയുന്നത്, ധനസമ്പാദനം ജീവിതോദ്ദേശമാക്കിയും സ്ഥാനമാനാദികൾ നഷ്ടപ്പെടുമെന്ന് ഭയന്നും. ശരി, അടുത്തത് വലിയ ആൾക്കാരുടെ അടുക്കലുള്ള സാമീപ്യവും സ്വാധീനവും നഷ്ടപ്പെട്ടേക്കുമെന്ന് പേടിച്ചും. വലിയ വലിയ രാഷ്ട്രീയക്കാരൊപ്പം നടക്കുമ്പോഴേ ചിലപ്പം പിന്നെ ആരിഫ് അലിയോ അല്ലെങ്കിൽ സിദ്ദീഖ് ഹസൻ സാഹിബോ അല്ലെങ്കിൽ മറ്റേപോലൊക്കെ ചോദിക്കും, നിങ്ങൾ ഈ ജിന്നും സീറും പറഞ്ഞു ആ ഹദീസിൽ അതുണ്ട്, ഈ ഹദീസ് ഇതുണ്ട്, ഇത് 2013 അല്ലേ മൗലവി എന്നൊക്കെ ശരിയാട്ടോ എന്ന് നമ്മുടെ മൗലവിമാർക്കും തോന്നുക. അപ്പൊ വലിയ വലിയ ആൾക്കാരാണ് കൂടെ ഉള്ളത്. ഓലറ്റ് ഇങ്ങനെ വലിയ വലിയ യാത്രകളൊക്കെ നടത്തുമ്പോൾ രാഷ്ട്രീയക്കാരും അപ്പൊ തോന്നുക ആ ഹദീസൊന്നും ശരിയല്ല, ആ ചങ്ങായിനോടെ മിമ്പർമ കയറണ്ടെന്ന് പറഞ്ഞോളാം, ഓൻ അവിടെ ആ ഹദീസ് പറഞ്ഞു, ഈ ഹദീസ് പറഞ്ഞു, ആകെ കൂടി പുലിവാല്. ഇതന്നെ പ്രശ്നം. അപ്പോ അമാനി മൗലവി പറയാ, വലിയ ആളുകളുമായുടെ അടുപ്പം സാമീപ്യം നഷ്ടപ്പെട്ടു പേടിച്ചും പിന്നെ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളുടെയും യുക്തിവാദങ്ങളുടെയും പിന്നാലെ കൂടിയും ഭൗതിക ഭ്രമവും പരിഷ്കാര ഭ്രമവും തലക്ക് കയറിയും അങ്ങനെ പല വിധത്തിലും കപട വിശ്വാസികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അന്ന് ഇനി കേട്ടോളൂ, അറിവും പഠിപ്പുമുള്ളവരും ഇസ്ലാമിനു വേണ്ടി ഏതെങ്കിലും രംഗങ്ങളിൽ സേവന പാരമ്പര്യം പുലർത്തിപ്പോരുന്നവരുമായ ആളുകൾ പോലും ഇക്കൂട്ടത്തിൽ അകപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതാണ് കൂടുതൽ വ്യസനകരം. ആ വ്യസനപ്പ ഞങ്ങളുടെ വ്യസനം. അമാനി മൗലവി കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാ. നിങ്ങൾ മുമ്പ് കേട്ടുകൂടല്ലോ എനിക്കറിയില്ല. സത്യമാണ് പറഞ്ഞ 100%. അതപ്പ പ്രസ്ഥാനത്തിനകത്ത് സംഭവിച്ചത് അധികാരവും ധനമോഹവും. അതുകൊണ്ട് സഹോദരന്മാരെ, പരലോകം മരണം ഒരു സത്യമാണ്. വിമർശനങ്ങൾക്കപ്പുറം, വിവാദങ്ങൾക്കപ്പുറം, അനാവശ്യമായ ചർച്ചകൾക്കപ്പുറം എനിക്ക് മരണമുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക. ആരും ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ 6 നോമ്പ് സുന്നത്തില്ല, തിങ്കളാഴ്ച നോമ്പ് സുന്നത്തില്ല. ഇപ്പൊ അടുത്ത് കേട്ടത് തഹയ്യത്തുൽ മസ്ജിദ്, പള്ളിയിൽ കയറിയുള്ള നമസ്കാരത്തെ കുറിച്ചുള്ള ഹദീസ് അത്ര ശരിയല്ല എന്നാണ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാ. എന്താ റസൂൽ പറഞ്ഞതെന്നറിയോ? ഖിയാമത്ത് നാളിന് അടയാളം പറഞ്ഞെടുത്ത് കാണാം. ചില ആളുകൾ വരും, പള്ളി കയറിയാൽ 2 റക്അത്ത് നമസ്കരിക്കാൻ പോലും തയ്യാറാവൂല അവര്. അപ്പോഴാ ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായി പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളാ. നമുക്ക് പ്രമാണം നമ്മുടെ മാനദണ്ഡം ഖുർആനും ഹദീസുമാണ്. അതിൽ എന്ത് വന്നാലും നമ്മുടെ ഈ ബുദ്ധിക്ക് യോജിച്ചാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഖുർആനും ഹദീസും വഹയാണ് എന്നുള്ള നിബന്ധനയാൽ, എന്നുള്ള മാനദണ്ഡത്താൽ ആ വഹയിനെ നിന്റെ റബ്ബിൽ നിന്ന് വഹി നൽകപ്പെടുന്ന എന്തുണ്ടോ അതിനെ പിൻപറ്റണമെന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന പ്രവാചകരോടുണ്ട്. അത് നമ്മളോടുമുള്ളതാണ്. നമുക്കും ആ വഹി നിർബന്ധമാണ് പിൻപറ്റൽ. ആ നിലക്ക് ഇസ്ലാമിനെ കാണുക, ഇസ്ലാമിനെ അറിയുക. വ്യക്തി താല്പര്യങ്ങൾ അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് അപ്പുറമാകരുത്, പ്രമാണത്തിന്റെ താല്പര്യങ്ങൾക്ക് അപ്പുറമാകരുത്. വ്യക്തികളോട് സ്നേഹം വേണ്ട എന്നോ ബഹുമാനം വേണ്ട എന്നോ ഒന്നുമല്ല. അതൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് വേണം. പക്ഷേ പ്രമാണത്തിനപ്പുറം ആര് പറഞ്ഞാലും, നിഷേധിച്ച് പറഞ്ഞാൽ, എതിർത്ത് പറഞ്ഞാൽ, പരിഹസിച്ച് പറഞ്ഞാൽ അവിടെ മാറി നിൽക്കാൻ പറയാനുള്ള ഈമാനും ചങ്കൂറ്റ് നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ പരലോക ജീവിതം അത് വിജയകരമായി തീരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കിയും സത്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ സത്യത്തോടൊപ്പം എന്നും നിലകൊള്ളാനും നിങ്ങൾക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഈ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായി ആരോടും വെറുപ്പില്ല, ആ വ്യക്തിയുടെ ശരീരത്തോടും വെറുപ്പില്ല. പക്ഷേ നാവിലൂടെ വരുന്ന ചില പദപ്രയോഗങ്ങൾ അത് ഹദീസുകൾക്ക് എതിരായതുകൊണ്ട് നമ്മുടെ സംസാരത്തിലും രോഷം വന്നിട്ടുണ്ടായിരിക്കാം. അത് ആശയത്തോട് മാത്രമാണ്, വ്യക്തികളോട് ഒരിക്കലുമില്ല. അവർ നമ്മുടെ പ്രായത്തിന്റെയും അറിവിന്റെയും പേരിൽ നമ്മൾ അവരെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. വല്ലതും ഇനി എൻ്റെ അപക്വത മൂലം സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ
ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറ വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.